ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ച പോലുള്ള ഒരു പ്രൊമോ ആട്ടോ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കൃഷും കൺമണിക്കും തിരിച്ച് തന്നെ ആധാരം വരുൺ എഴുതി കൊടുക്കുകയാണ്. കരീം സാഹിബ് ബലപ്രയോഗം നടത്തിയത് തന്നെ ശരിയാണ്, പക്ഷേ അങ്ങനെ കരീം സാഹിബ് അത് നേടിയെടുത്തു. അങ്ങനെ കൃഷിനെയും അതുപോലെ തന്നെ കൺമണിയും വിളിക്കുന്നുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, നിനക്ക് അറിയേണ്ടി വരുണേന്ന് ചോദിക്കുന്നു. അങ്ങനെ കൺമണിയും കൃഷ്ണനെയും കാണിച്ചു കൊടുക്കുന്നത്, ഇവൾക്ക് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ആധാരം ഞാൻ തിരിച്ചെഴുതി കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വരുണാകെ ഞെട്ടുന്നുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും വരുണ്. അതിനുശേഷം തന്നെ കരീം സാഹിബ് രണ്ടുപേരെയും അനുഗ്രഹിച്ചതിന് ശേഷം തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, അങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് വരുണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ധനലക്ഷ്മിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോയി, പക്ഷെ അതെങ്ങനെയാണ് കൈവിട്ട് പോയെന്നറിയോ, ടെൻഷനായിട്ടോ. അപ്പോൾ ധനലക്ഷ്മിക്ക് പിന്നെ അത് മാത്രമല്ല, ആർക്കാ ആ കരീം സാഹിബ് ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിക്ക്, അവളാണിപ്പോൾ ആ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ധനലക്ഷ്മി ഒന്നും കൂടി ടയേർഡാവുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അമ്മായിമാർ ഓടി വരുന്നുണ്ട്. എന്ത് പറ്റി ധനലക്ഷ്മി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട്. വീടും സ്ഥലവും കൈവിട്ട് പോയി, പക്ഷെ അത് ആരാ വാങ്ങിയത് നിങ്ങൾക്കറിയോ? കരീം സാഹിബ് വാങ്ങി, പക്ഷെ അത് ആർക്കാ തിരിച്ചെഴുതി കൊടുത്തത് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ കൺമണിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം പോലെയായി, അവൾ നേടിയെടുത്തു. അതിനുശേഷം തന്നെ മാനസ ഈ വിവരങ്ങളെല്ലാം തന്നെ അറിയുന്നു കേട്ടോ. ക്രഷ് മുൻകൈ എടുത്തിട്ടാണ് അവൾക്ക് തിരിച്ചെഴുതി കൊടുത്തതെന്നൊക്കെ അങ്ങനത്തെ ആൻറ്റിയമ്മയോടും അതുപോലെ തന്നെ വരുണ് മനസ്സിയോടൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അമ്പലത്തിലാണ് കാണിക്കുന്നത്. ഈ നന്ദി പറയാൻ വേണ്ടിയിട്ട് കൺമണി അമ്പലത്തിലേക്ക് കൃഷും വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണി നമ്പൂതിരി അവിടേക്ക് വരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നു. ഇപ്പോൾ ഇതെല്ലാം സന്തോഷമായില്ലേ, ഇനി ഒരിക്കൽ വലിയൊരു സന്തോഷം വരാനായിട്ട് പോകുന്നു. കൺമണി ചേച്ചി ആഗ്രഹിച്ച പോലെ സാറിനെ കൺമണി ചേച്ചിയുടെ സ്വന്തമാകുമ്പോൾ ഇത് വിഘ്നേശ്വരൻ അനുഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കൺമണിക്കും കൃഷ്ണനും ഒരുപാട് സന്തോഷമാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രൊമോ കഴിയുന്നു. നാളെ നല്ലൊരു എപ്പിസോഡുമായിട്ട് പിന്നെയും കാണാം.